Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to discuss the third chemistry chapter of CBSE class 9 students. So we are nowadays discussing the atomic number and mass number of elements given in that periodic table, because we need to understand the mass number, then only we can prove the law of conservation of mass. Okay, from class 9th പഠിക്കുന്ന കുട്ടികളുടെ കെമിസ്ട്രിയുടെ തേർഡ് ചാപ്റ്ററായ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിലെ ലോ ഓഫ് കൺസർവേഷൻ എന്നൊരു കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്താണ് കുറച്ചധികം ദിവസമായിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ 10th എത്തുമ്പോൾ അത് എന്താ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെ നിൽക്കും. ആ ഒരു പോർഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. 10th എന്നല്ല, +1 +2 എന്നിങ്ങനെ പോവുകയാണെങ്കിലും നമുക്ക് ഈ മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇത്ര സ്ലോ ആയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് മാക്സിമം ക്ലിയർ ആകട്ടെ എന്ന് തന്നെ കരുതിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു നിങ്ങൾ കരുതരുത് എല്ലാ എലമെൻസിനും ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ട്രിക്ക് ഉപയോഗിക്കാമെന്ന്. ലൈറ്റ് എലമെൻസിന് മാത്രമേ, ഏകദേശം ഒരു 20 വരെയുള്ള എലമെൻസിനൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞൊരു ട്രിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ട്രിക്ക് നമുക്ക് എന്തല്ല ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പം അത് നമുക്ക് അത്യാവശ്യം എലമെൻസ് ഏകദേശം ഒരു 20 എലമെൻസ് വരെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് മാത്രമാണ് ഈ പറഞ്ഞത്. എല്ലാ എലമെൻസിനും ഈ ട്രിക്ക് എന്തല്ല ആപ്ലിക്കബിൾ ആയിട്ട് വരത്തില്ല. ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം 5 എലമെന്റ്സ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ. അപ്പം ഈ ഒരു എലമെന്റ്സ് നിങ്ങൾ ഓർഡറിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ തന്നെയാണ് എന്ത്, അതിന്റെ അറ്റോമിക് നമ്പർ. അതായത് ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെർലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. ഇപ്പം ഇത് നമ്മൾ അതിന്റെ എന്താണ് പറയുന്നത്, മാസ് നമ്പർ. ഓക്കെ, മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ Z എന്ന് പറയുന്നത്. ഇപ്പം സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, ആർഗൺ 18, then potassium 19. One more element is there, 20th one is calcium. Okay, അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് എലമെന്റ്സ് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഈ എലമെന്റ്സ് ഒന്ന് പഠിക്കാം. ഹീലിയം, ദെൻ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, നിയോൺ, മഗ്നീഷ്യം, സിലിക്കൺ, സൾഫർ ആൻഡ് കാൽസ്യം. ഓക്കെ, ഈ ഒരു എലമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് ഹീലിയം, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, നിയോൺ, മഗ്നീഷ്യം, സിലിക്കൺ, സൾഫർ, കാൽസ്യം. ഈ എലമെന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ടോയ്സ് ആണ് എന്തെന്ന് പറയുന്നത്, മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 1 തൊട്ട് 20 വരെയുള്ള എലമെന്റ്സിൽ ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ, ദെൻ കാർബൺ ഈസ് ദെയർ, നിയോൺ, മഗ്നീഷ്യം, സിലിക്കൺ, സൾഫർ ആൻഡ് കാൽസ്യം. ഓക്കെ, ഇത്രയും എലമെന്റ്സിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പറിന്റെ ടോയ്സ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമല്ലോ, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ അതിന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ മാസ് നമ്പർ എത്ര വരും, 4. ഇനി ആ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 എന്ന് പറയുമ്പോൾ ടോയ്സ് മാസ് നമ്പർ വരുന്നത് 12. നൈട്രജൻ 7 ആണെങ്കിൽ മാസ് നമ്പർ 14, ഓക്സിജൻ 8 ആണെങ്കിൽ 16, നിയോൺ 10 ആണെങ്കിൽ 20, മഗ്നീഷ്യം 12 ആണെങ്കിൽ 24, സിലിക്കൺ 14 ആയതുകൊണ്ട് 28, ദെൻ കാൽസ്യം എന്ന് പറയുന്നത് 20 ആണ്, അപ്പോൾ മാസ് നമ്പർ വരുന്നത് 14, ആൻഡ് സൾഫർ ഈസ് ദെയർ 32. ഓക്കെ, അപ്പം ഈ എലമെന്റ്സ് പഠിച്ചു വെക്കുക, കാരണം അവരുടെ മാസ് നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിന്റെ ടോയ്സ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ട്രിക്ക് എല്ലാ എലമെന്റ്സിനും ആപ്ലിക്കബിൾ ആണെന്ന് കരുതരുത്. നമ്മൾക്ക് അത്യാവശ്യം വേണ്ടുന്ന 20 എലമെന്റ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹീലിയം, ദെൻ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, നിയോൺ, മഗ്നീഷ്യം, സിലിക്കൺ, സൾഫർ, കാൽസ്യം, ഇത്രയും എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പറിന്റെ ടോയ്സ് ആണ് അത് എന്താന്ന് പറയുന്നത്, അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ അറ്റോമിക് നമ്പർ ഉറപ്പായിട്ടും കൃത്യമായിട്ടും എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ ബാക്കിയുള്ളത് ഹൈഡ്രജന്റെ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ദെൻ നമുക്ക് വരുന്നത് ആർഗന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 40 ആണ്. അത് 2 എക്സെപ്ഷണൽ കേസ് ആണ്, അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ, ദെൻ ഇനി വരുന്നത് ഹീലിയത്തിന്റെ പറഞ്ഞു. നമ്മൾ ലിഥിയം എന്ന് പറയുമ്പോൾ ടോയ്സ് എന്ന് പറയുമ്പോൾ 6 + 1 ആകുമ്പോൾ എത്ര ആകണം, 7 ആയിട്ട് മാറണം. ബെർലിയം 4 ആണ്, 4ന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ 8 + 1 ആകുമ്പോൾ 9. 5ന്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ
10 പ്ലസ് 1 ആകുമ്പോൾ 11. ദെൻ ഫ്ലൂറിൻ 9 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 18 പ്ലസ് 1 എത്ര ആവും 19. ദെൻ സോഡിയം 11 ഇൻറ്റു 2 22 പ്ലസ് 1 ആകുമ്പോൾ 23. ദെൻ നെക്സ്റ്റ് അലൂമിനിയം 13 ഇൻറ്റു 2 ആകുമ്പോൾ 26 പ്ലസ് 1 ആകുമ്പോൾ 27. ദെൻ ഫോസ്ഫറസ് 15 ഇൻറ്റു 2 അപ്പം 30 പ്ലസ് 1 ആകുമ്പോൾ 31. ദെൻ ക്ലോറിൻ്റെ ഒരു 35.5 ആണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ക്ലോറിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, 35.5. ദെൻ പൊട്ടാസ്യം എന്ന് പറയുമ്പം 39 ആണ് അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമ്മൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാസ് നമ്പർ ഇല്ലാണ്ട് അത് പ്രൂവ് ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് 20 എലമെന്റ്സിന് വേണ്ടി മാത്രം ഒരു ട്രിക്കാണ് പറഞ്ഞത്. അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണെന്ന് നിങ്ങൾ കരുതരുത്. നമുക്ക് പീരിയോഡിക് ടേബിൾ ടോട്ടൽ 118 എലമെന്റ്സ് ഉണ്ട്. അതിൽ വെറും ലൈറ്റ് എലമെന്റ്സ് ആയിട്ടുള്ള 20 എലമെന്റ്സ് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പം അതിനകത്ത് ടോയ്സ് വരുന്നത് പറഞ്ഞത് ഹീലിയം, ദെൻ നെക്സ്റ്റ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, നിയോൺ, മഗ്നീഷ്യം, സിലിക്കൺ, സൾഫർ, കാൽസ്യം. ഓക്കെ, ഇത്രയും എലമെന്റ്സിന്റെ ടോയ്സ് ആണ് എന്നത് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളത് ആ അറ്റോമിക് നമ്പറിന്റെ ടോയ്സിനോടൊപ്പം 1 കൂട്ടുക. ടോയ്സ് മീൻസ് അതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് 1 എന്ത് ചെയ്യുക, കൂട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള എലമെന്റ്സിന്റെ മാസ് നമ്പർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും നമ്മൾ ആർഗണും പൊട്ടാസ്യവും ആർഗൺ തന്നെയാണ്, ആർഗണും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ മാക്സിമം ടൈം എടുത്ത് തന്നെ പഠിക്കുക. കാരണം മാസ് നമ്പർ പഠിച്ചേ പറ്റൂ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലും അത് ആവശ്യമുണ്ട്. 10th 11th അങ്ങനെ നിങ്ങൾ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യലായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.